ഹലോ എവ്രി വൺ. ഇന്നൊരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചട്ടിയിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇളവൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇളവൻ ഉപയോഗിച്ചാണ് പച്ചടി തയ്യാറാക്കുന്നത്. വെള്ളരി ഉപയോഗിച്ചും പച്ചടി തയ്യാറാക്കാറുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ടുള്ള തേങ്ങയുടെ അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കട്ട തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിൽമയുടെ തൈരാണ് എടുത്തിരിക്കുന്നത്. കട്ട തൈരൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഈ സമയത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് അച്ചമക്കല്ലിലിട്ട് ചതച്ചെടുത്തതാണ്. ഇത് വേണമെങ്കിൽ തേങ്ങയുടെ അരപ്പിൽ ചേർത്ത് ചതച്ചെടുക്കാവുന്നതാണ് കേട്ടോ. തേങ്ങ ഏകദേശം അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷമാണ് കടുക് ചേർക്കേണ്ടത്. കടുക് ഒരുപാടൊക്കെ അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു കുത്തുന്ന ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആക്കുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്കിത് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയുടെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. പച്ചടി ചട്ടിയുടെ ചെറിയ ചൂടിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ഇത് കുറേ നേരം വെക്കും തോറും നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലെ പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.